നമസ്കാരം. എൻ്റെ പേര് അജികുമാർ എന്നാണ്. ഞാൻ തിരുവനന്തപുരം പോത്തീസ് സ്വർണ്ണമഹാൽ വർക്ക് ചെയ്യുന്നു. ജ്യോതിഷപ്രകാരം രത്നങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് പോത്തീസ് സ്വർണ്ണമഹലിൽ വർക്ക് ചെയ്യുന്നത്. അതായത് ഓരോ നക്ഷത്രക്കാർക്ക് ഏത് രത്നമാണ് ചേരുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ കസ്റ്റമർ വരാറുണ്ട്. അതായത് ഭരണി നക്ഷത്രത്തിന് ഏത് രത്നമാണ്, ഒരുപക്ഷെ ഡയമണ്ട് ആയിരിക്കും അവരുടെ ജന്മനക്ഷത്രക്കല്ല്, അത് ചേരുമോ, അത് യോജിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ജനിച്ച തീയതി, സമയം, വർഷം, മാസം ഇവയെ ആസ്പദമാക്കിയിട്ട് ജാതകത്തിൽ ഗ്രഹനില എടുത്തിട്ട് അവർക്ക് യോജിച്ച രത്നം, ഡയമണ്ടാണ് ചേരുന്നതെങ്കിൽ ഡയമണ്ട്, ഒരുപക്ഷെ ഭരണി നക്ഷത്രക്കാർക്ക് ഡയമണ്ട് ചേരണമെന്നില്ല. അതേപോലെ കാർത്തിക നക്ഷത്രം, അവരുടെ ജന്മനക്ഷത്രക്കല്ല് റൂബിയാണ്, മാണിക്യം, ഒരുപക്ഷെ അവർക്ക് ചേരണമെന്നില്ല. ആ രത്നം ഒരുപക്ഷെ അവർക്ക് ചേരണമെന്നില്ല. അപ്പോൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ജന്മനക്ഷത്ര കല്ലുകൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഞാൻ ഇന്ത്യൻ നാഷണൽ അസ്ട്രോളജി ഫെഡറേഷനിലെ അംഗമാണ്. അതിലുപരി നമ്മൾ ഓരോ ജുവലറിയിലും ജന്മനക്ഷത്ര കല്ലുകൾ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരെ വയ്ക്കാറുണ്ട്. എല്ലാ അസ്ട്രോളജർക്കും ജന്മനക്ഷത്ര കല്ലുകളെ കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. അതിനൊക്കെ ജെം സ്റ്റോണിനെ കുറിച്ച് ഏകദേശ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മുടെ ഒരു ജന്മനക്ഷത്ര കല്ലുകളെ കുറിച്ച് പറയുമ്പോൾ മരതക രത്നം, രേവതി നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്ര കല്ലാണ് മരതകം, എമറാൾഡ് എന്ന് പറയും. അത് ജാതക പ്രകാരം നമുക്ക് ധരിക്കാൻ പറ്റുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ജനിച്ച തീയതി, സമയം, മാസം ഇവയൊക്കെ ആസ്പദമാക്കിയിട്ട് ജാതകത്തിൽ ഗ്രഹനില എടുത്തിട്ട് നമുക്ക് യോജിച്ചതാണോ നമ്മൾ സെർച്ച് ചെയ്യും. ഒരുപക്ഷെ ചിലർക്ക് മരതകം ധരിക്കാൻ അർഹതയുണ്ടെങ്കിൽ തൊഴിൽപരമായിട്ട് മുന്നേറ്റം ഉണ്ടാവാം, ജീവിത വിജയം കൈവരിക്കാം, വിദ്യാഭ്യാസത്തിൽ ധാരാളം ഉയർച്ച ഉണ്ടാവാം. പഠിക്കുന്ന കുട്ടികൾക്ക് ഭയങ്കര മറവി അലസതയൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ മരതകം ധരിക്കാൻ അർഹതയുണ്ടെങ്കിൽ ആ രത്നം ധരിച്ചാൽ കൂടുതൽ ഉയർച്ചയും തൊഴിലഭിവൃദ്ധിയും അതേപോലെ വിദ്യാപരമായിട്ട് ഉയർച്ചയുണ്ടാവും. ഉയർന്ന പദവി, അതായത് ഉന്നത വിദ്യാഭ്യാസത്തിന് വരെ നമുക്ക് തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ നമുക്ക് മരതകം ധരിക്കാം. ഈ രത്നങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ രത്നങ്ങൾ ഇന്റർനാഷണൽ, അതുപോലെ തന്നെയാണ് ഇന്റർനാഷണൽ അംഗീകൃതമായിട്ടുള്ള ലാബിൽ ചെക്ക് ചെയ്ത റിസൾട്ട്, അതായത് ആ റിസൾട്ട് കിട്ടിയാൽ മാത്രമേ ആ രത്നങ്ങൾ നമ്മൾ സാധാരണയായിട്ട് ഏത് ജുവലറിയും വാങ്ങി വെക്കുകയുള്ളൂ. അതിൽ ഏത് ജുവലറിക്കാണ് ഏത് രത്നമാണ് കൊടുക്കുന്നത്, എത്ര ക്യാരറ്റ് ആണ്, അതിനുള്ള സർട്ടിഫിക്കേഷൻ വരെ ഓരോ രത്നങ്ങളുടെയും പുറകിൽ കൃത്യമായിട്ട് അതിൻ്റെ ഇത് കൊടുത്തിരിക്കും. അതിൻ്റെ അതാത് ജുവലറിയുടെ ലോഗോ കൊടുത്തിരിക്കും, പേര് കൊടുത്തിരിക്കും, ഏത് ലാബിലാണ് ചെക്ക് ചെയ്തിട്ടുള്ള ആ ലാബിന്റെ പേരുണ്ടാവും, എത്ര ക്യാരറ്റ് ആണ്, നാച്ചുറൽ ആണോ, ഇതെല്ലാം കൊടുത്തിരിക്കും. അതായത് ഏത് രത്നം വാങ്ങിയിരുന്നാലും ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ സ്വർണ്ണമഹലില് കൊടുക്കുന്ന രത്നങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള തിയറി അനുസരിച്ചിട്ടാണ് ഇവിടെ രത്നങ്ങൾ കൊടുക്കുന്നത്. കൃത്യമായിട്ടുള്ള എല്ലാ പേപ്പറും അതുപോലെ തന്നെ GST എല്ലാം അടങ്ങി കൊടുക്കുന്നതാണ്. അതിലുപരി അടുത്ത് ഓരോ രത്നങ്ങൾ, ചിലർക്കാണെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പുഷരാഗം, വിശാഖ നക്ഷത്രക്കാരുടെ ജന്മനക്ഷത്രക്കല്ല് മഞ്ഞപ്പുഷരാഗമാണ്. ആ വിശാഖ നക്ഷത്രക്കാരുടെ ചിലർക്ക് മഞ്ഞപ്പുഷരാഗം ചേരും, ചിലർക്ക് ചേരത്തില്ല. അത് നേരത്തെ പറഞ്ഞ പോലെ ജനിച്ച തീയതി, സമയം, മാസം ഇവയെല്ലാം ആസ്പദമാക്കി ജാതകം എടുത്ത് ഇതിട്ടാൽ നല്ലതായിരിക്കുമോ നോക്കും. ആ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് തൊഴിൽപരമായിട്ട് ഉയർച്ച ഉണ്ടാവും, അംഗീകാരം ഉണ്ടാവും. ഒരു പക്ഷേ ആ രത്നത്തിന്റെ അധിപൻ വ്യാഴനാണ്, മഞ്ഞപ്പുഷരാഗം. അപ്പൊ അത് അദ്ദേഹത്തിന് ആ വ്യാഴനെ കൊണ്ടുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതോടൊപ്പം തന്നെ തൊഴിൽപരമായിട്ടുള്ള മുന്നേറ്റവും അംഗീകാരവും പ്രശസ്തിയും എല്ലാം ഉണ്ടാവും. പിന്നെ നമ്മളുടെ ഒരു വിശ്വാസമാണ്. അതിലുപരി നമുക്ക് ജാതക പ്രകാരം ഏത് ദശയാണ് നടക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ ദശയ്ക്ക് പറഞ്ഞിട്ടുള്ള ദേവനെ നമ്മൾ കൃത്യമായിട്ടും അവരവരുടെ മത ആചാരപ്രകാരം നല്ലപോലെ പ്രാർത്ഥിക്കുക. അതേപോലെ ചെറിയ ചെറിയ വഴിപാടുകൾ, ചെയ്യാൻ പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്യുക. ഏറ്റവും നല്ലത് പ്രാർത്ഥനയാണ്. അതോടൊപ്പം രത്നധാരണമാണ്. രത്നധാരണം വളരെ പ്രാധാന്യമാണ്. രത്നത്തിന് യാതൊരുവിധ അശുദ്ധക്കേടും ആചാര്യന്മാർ പറയുന്നില്ല, ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാനേ പറയുന്നുള്ളൂ. അർഹമായിട്ടുള്ള രത്നങ്ങൾ മാത്രം ധരിച്ചാൽ മതിയാവും. നവരത്നത്തെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പലരും പറയും നവരത്ന രത്നങ്ങളാ അങ്ങനെ വളരെ ശ്രദ്ധിച്ച് ധരിക്കണമെന്ന്. ഇല്ല, നവരത്ന രത്നം കോമൺ ആയിട്ട് ധരിക്കാം, ആർക്ക് വേണോ ധരിക്കാം. അത് ധരിക്കുന്നതിന് ഒരു ആ മോതിരം കൈകാര്യം ചെയ്യുന്നതിന് ഒരു ഇതുണ്ട്, ഒരു സമയമുണ്ട്. നമ്മൾ ധരിച്ചു വരുന്നതിന് ഒരു സമയം. രത്നങ്ങൾ എല്ലാ ദിവസവും ധരിക്കാം. അത് നമുക്ക് ആദ്യമായിട്ടൊരു രത്നം ധരിക്കുന്നത് ഏത് ദിവസമായിരിക്കണം? മഞ്ഞപ്പുഷരാഗമാണെന്നുണ്ടെങ്കിൽ വ്യാഴാഴ്ച ദിവസം രാവിലെ സൂര്യ ഉദയം മുതൽ 1 മണിക്കൂറിനകത്ത് ധരിക്കാം. അപ്പം പലരും പല അഭിപ്രായം പറയാറുണ്ട്. ഇതിൽ നമ്മുടെ ശാസ്ത്രീയമായുള്ള രീതി നോക്കുമ്പോൾ രത്നധാരണത്തെ കുറിച്ച് പറയുമ്പോൾ മഞ്ഞപ്പുഷരാഗം ധരിക്കുന്ന ഒരു വ്യക്തി മഞ്ഞപ്പുഷരാഗം മോതിരം സ്വർണത്തിലോ വെള്ളിയിലോ തയ്യാറാക്കിയിട്ട് ചൂണ്ടുവിരലിലാണ് തയ്യാറാക്കുന്നത്. ചൂണ്ടുവിരലിലോ, ചിലരാണെങ്കിൽ മോതിര വിരലിലും തയ്യാറാക്കി ധരിക്കാറുണ്ട്. പ്രശസ്തി ശരി സാധാരണയായിട്ട് പറയുന്നത്
ചൂണ്ടുവിരലിലാണ്. ആ ചൂണ്ടുവിരലിൽ ധരിക്കുന്നതിന് മുമ്പായിട്ട് മോതിരം നമുക്ക് ഗോൾഡിലാണോ സിൽവറിലാണോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തിട്ട് അതിന്റെ ബാക്ക് ഭാഗം, അതായത് ഒരു മോതിരം തയ്യാറാക്കി വരുമ്പോൾ അതിന്റെ അടിഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും. എങ്കിൽ മാത്രമേ സൂര്യപ്രകാശം അടിച്ചിട്ട് അതിന്റെ വെളിച്ചം നമുക്ക് ഞരമ്പൊടി റേഡിയേഷൻ ആയിട്ട് അനുഭവപ്പെട്ടിട്ടാണ് നമുക്ക് അതിന്റെ ഗുണഫലങ്ങൾ ശരിക്കും വരുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ധരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മോതിരം തയ്യാറാക്കി കിട്ടിയതിന് ശേഷം 5-10 മിനിറ്റ് പശുവും പാലിൽ ഈ മോതിരം ഒന്ന് കഴുകി വൃത്തിയാക്കാൻ പറയും. ഒന്ന് ഇട്ട് വയ്ക്കുക, 5-10 മിനിറ്റ് മോതിരം ഇട്ട് വയ്ക്കുക. അതിനുശേഷം ശുദ്ധജലത്തിൽ കഴുകിയിട്ട് ഈ കൃഷ്ണന്റെ അമ്പലത്തിൽ, നമുക്ക് ഈ മോതിരം മഞ്ഞപ്പുഷരാഗമാണ്, കൃഷ്ണന്റെ അമ്പലത്തിലോ അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊടുത്ത് ഇടുന്ന ആളിന്റെ പേരും നാളും പറഞ്ഞ് പൂജിച്ച് വാങ്ങിച്ചിട്ട് വ്യാഴാഴ്ച രാവിലെ സൂര്യ ഉദയം മുതൽ, അതായത് വ്യാഴാഴ്ച രാവിലെ സൂര്യ ഉദിച്ച് 1 മണിക്കൂറിനകത്ത് നമ്മുടെ വലത് കൈയുടെ ചൂണ്ടുവിരലിൽ നമുക്ക് ധരിക്കാം. അതേപോലെ രത്നങ്ങൾക്ക് യാതൊരു അശുദ്ധക്കേടും പറയുന്നില്ല. ചിലർ പറയും അങ്ങനെ രത്നങ്ങൾക്ക് അശുദ്ധക്കേടൊക്കെ കൊണ്ട് ചില സമയത്തൊക്കെ ഊരി വെക്കണം എന്ന്. അങ്ങനെ യാതൊന്നുമില്ല. രത്നങ്ങൾ ജീവിത അവസാനം വരെ നമുക്ക് ഉപയോഗിക്കാം, പൊട്ടാതെ സൂക്ഷിക്കാൻ പറയും, അത്രയേ ഉള്ളൂ. പിന്നെ രത്നങ്ങൾ ധരിച്ചു കഴിയുമ്പോൾ നമുക്ക് അത് മാറ്റം ഉണ്ടാവും. ധരിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണോ കടന്നു പോയിട്ടുള്ളത് അത് നമുക്ക് ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് നല്ലത് തന്നെ ആയിരിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല. എല്ലാ വലിയ ജ്വല്ലറികളിലും രത്നങ്ങളെക്കുറിച്ച് ആൾക്കാർ അറിവും ബോധത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നുണ്ട്, ആൾക്കാർ വാങ്ങുന്നുണ്ട്. അതിലുപരി ചിലരാണെന്നുണ്ടെങ്കിൽ എന്താണ് അസൽ സർട്ടിഫിക്കേഷൻ ചോദിച്ച് വാങ്ങാനേ ഞങ്ങൾ പറയുള്ളൂ. അതായത് എവിടുന്ന് രത്നങ്ങൾ വാങ്ങിയിരുന്നാലും ഇതേപോലെ നമ്മുടെ ഇവിടെ പോത്തീസ് സ്വർണ്ണമാണ്, അവിടെ ഈ രത്നം അതിന്റെ ആ ജ്വല്ലറിയുടെ പേരും അവരുടെ ഹോൾമാർക്ക് ഇതും പിന്നെ അതേപോലെ തന്നെ അവരുടെ ലോഗോയും ഉണ്ടോ എന്ന് നോക്കണം. ഇത് രത്നങ്ങൾ ധരിക്കുമ്പം പറ്റിക്കപ്പെടാതിരിക്കാനും ഒറിജിനൽ സെലക്ട് ചെയ്യാനും ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ഒന്നുകൂടി പറയാം, ഏത് രത്നമാണെന്നുള്ളത് ഏത് ലാബിലാണ് പരിശോധിച്ചിട്ടുള്ളതിന്റെ ഇതും അത് എത്ര ക്യാരറ്റ് ആണെന്നും അത് ഏത് ജ്വല്ലറിക്കാണ് കൊടുക്കുന്നു എന്നുള്ളതും അത് നാച്ചുറൽ ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കൊടുത്തിരിക്കും. ഇതാണ് അതിന്റെ ശരിക്കായിട്ടുള്ള രീതി.